Hello, my dear students. Welcome to Winnie's Educare. Today I have come with uh, the last lesson of Vista, Memories of Childhood. This is for my CBSE students. ഈ ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ ലെസൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കഥാകാരിമാരുടെ ജീവിത കഥയാണ് അറിയാൻ പോകുന്നത്. എക്സെപ്റ്റ്സ് കുറച്ച് ബ്രീഫായിട്ട് അവരനുഭവിച്ച വേദനകൾ, വളരെ കുഞ്ഞുനാളിൽ അവരനുഭവിച്ച പല കാരണത്താൽ അവരനുഭവിച്ച വേദനകളെ പറ്റിയാണ് അവർ തന്നെ എഴുതിയേക്കുന്നത്. ആ ഒരു രണ്ട് പീസസ് ആണ് നമ്മൾ ഈ ഒരു മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ലെസണിൽ വായിക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത്. സോ ഓട്ടോബയോഗ്രഫിക്കൽ എപ്പിസോഡാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഫസ്റ്റ് റൈറ്റർ സിദ്കല സാ എന്ന് പറയുന്ന റൈറ്റർ, ആളുടെ ഫുൾ പേര്, ഒറിജിനൽ പേര് ജെർട്രൂഡ് സിമൻസ് ബോണിൻ എന്നാണ്. തൂലികാനാമാണ് സിദ്കല സാ എന്നുള്ളത്. ഷീ ഈസ് ആൻ അമേരിക്കൻ ഇന്ത്യൻ. ആൻഡ് ഈ കഥ എഴുതുമ്പോൾ അമേരിക്കയിൽ ട്രൈബൽ ഏരിയയിൽ നിന്നും കുട്ടികളെ നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവരെ അമേരിക്കൻ കൾച്ചറിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരു എപ്പിസോഡാണ് പറയുന്നത്. അപ്പം ഈ ട്രൈബൽ ഏരിയസിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നിട്ട് ടൗണിൽ മോഡേൺ സ്കൂളിൽ ഇട്ടിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ആ ട്രാൻസ്ഫോർമേഷനിൽ അവർക്കുണ്ടാവുന്ന വേദനകളാണ് ഈ ഒരു സിദ്കല സാ എന്ന് പറയുന്ന റൈറ്റർ ആസ് എ ചൈൽഡ് വാട്ട് എവർ ഷീ ഫേസ്ഡ് ആണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റൈറ്ററാണ് ബാമ. ഷീസ് എ തമിഴ് റൈറ്റർ. ഇതിനകത്ത് ആളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ പറയുന്നത് അൺടച്ചബിലിറ്റി സിസ്റ്റം പ്രീവെയിൽ ചെയ്തിരുന്നതും അത് നേരിട്ട് കണ്ടതും അതിൽ നിന്നും എന്ത് പ്രചോദനമാണ് തനിക്ക് ലഭിച്ചതും ഉള്ളതിനെ ബേസിലാണ് രണ്ടാമത്തെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ വായിക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചെടുക്കുക. റൈറ്റ്. ഇതിനകത്തൊരു സ്പെഷ്യൽ സ്കൂളിനെ പറ്റി പറയുന്നുണ്ട്. അവിടെയാണ് ഈ ട്രൈബൽ ഏരിയയിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സ്കൂളിൻ്റെ പേരാണ് കാലിയൻ ഇന്ത്യൻ സ്കൂൾ. ആൻഡ് ഈ ഒരു ഇന്ത്യൻ സ്കൂളിൽ, അതായത് ഈ നോർത്ത് അമേരിക്കൻസ്, നേറ്റീവ് അമേരിക്കൻസിനെ ഒക്കെ കൊണ്ട് അവിടുത്തെ കുട്ടികളെ കൊണ്ട് നിർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൻ്റെ പേരാണത്. അവിടെ എന്തൊക്കെ സ്റ്റിഗ്മ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സിദ്കല സായ്ക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റോറി. രണ്ടാമത്തെ സ്റ്റോറി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ് ദാറ്റ് ഷീ ഫേസ്ഡ് ഡ്യൂ ടു ഹർ community which was considered as untouchable. Cutting off my long hair by Zitkala Sa. The first day in the land of apples was a bitter cold one. Land of apples refers to Boston, where she was taken to the school. For the snow still covered the ground and the trees were bare. A large bell rang for breakfast, its loud metallic voice crushing through the belfry overhead and into our sensitive ears. The annoying clatter of shoes on bare floors gave us no peace. The constant clash of harsh noises with an undercurrent of many voices murmuring an unknown tongue made a bedlam within which I was securely tied. And though my spirit tore itself in struggling for its lost freedom, all was useless. So here, belfry means the bell tower. And there is also one more term, bedlam. Bedlam refers to a scene of confusion, a moment which is totally confusing. So the first day in the land of apples എന്ന് പറയുമ്പം the first day when she was brought to that particular school, she was not able to adjust at all. തണുപ്പ് കാലമായിരുന്നു, ചുറ്റും മഞ്ഞ് വീണ് എല്ലാം സ്നോ കവേർഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വലിയൊരു മണി മുഴങ്ങി. ആ മണിമുഴക്കം അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. കാരണം ആൾ വരുന്നത് ഒരു ട്രൈബൽ ഏരിയയിൽ നിന്നുമാണ്, ഫോറസ്റ്റ് ഏരിയയിൽ നിന്നുമാണ്. നമുക്കറിയാം ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നല്ല ശാന്തതയാണ്, വളരെ ശുദ്ധമായ വായു കിട്ടുന്ന സ്ഥലത്തു നിന്ന് വരുന്ന കുട്ടി, അധികം ശബ്ദങ്ങളും കോലാഹലവും ഒന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഈ ബെല്ലിൻ്റെ സൗണ്ട് മുഴങ്ങി കേട്ടപ്പോൾ അത് വല്ലാത്തൊരു അനോയിങ് ആയിട്ട് തോന്നി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷൂസ് ഇട്ട് നടക്കുന്ന കുട്ടികളുടെ ഷൂസിൽ നിന്നും വരുന്ന ശബ്ദവും സിദ്കലയ്ക്ക് ഭയങ്കര ഒരു
ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ കമ്മിങ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്. അവരുടെ മർമറിങ് സൗണ്ടും ഈ വേരിയസ് സൗണ്ട്സ് എല്ലാം സിത്കലയ്ക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. And she was feeling that she is confused, she doesn't know what was happening around her, and her spirit or her inner self was asking her to run away from here so that she can be in her free self. But then that was not going to be possible. All what she wanted was actually not going to come true, so all was useless. A pale-faced woman with white hair came up after us. Pale-face means a fair woman, maybe a matron or the in charge of that particular school or in charge of those students had come. We were placed in a line of girls who were marching into the dining room. So ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കറിയാം, പണ്ട് ഇപ്പം അങ്ങനെയുണ്ടോയെന്ന് അറിയില്ല, പണ്ടൊക്കെ ലൈനായിട്ട് തന്നെയാണ് നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ലൈനായിട്ട് തന്നെയാണ് ഡൈനിങ് റൂമിലോട്ട് കയറുക. സോ ദേ വർ മെയ്ഡ് ടു സ്റ്റാൻഡ് ഇൻ എ ലൈൻ. ദീസ് വെർ ഇന്ത്യൻ ഗേൾസ്. ഇന്ത്യൻ ഗേൾസ് റെഫേഴ്സ് ടു ദി American Indians, okay, not Namada Indians. American Indian girls in stiff shoes and closely clinging dresses. So when she looked around, she found girls who were wearing tight dresses. And being a tribal girl, Zitkala was not used to seeing or wearing those kinds of dresses. So she was feeling embarrassed to see others wearing it. The small girls who wore sleeved aprons and shingled hair. Now, shingled hair is a very important um, term in this particular excerpt, because this is what is the main thing or main topic of this particular excerpt. So, shingled hair means a soft hair, short hair, which is maybe your ear length, not even shoulder length, ear length. So all the girls were having that kind of a hairstyle and they were wearing tight clothes. As I walked noisily in my soft moccasins, I felt like sinking to the floor, for my blanket had been stripped from my shoulders. Now, ട്രൈബൽ ഏരിയയിൽ അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തരം തുണി കൊണ്ടുണ്ടാക്കുന്ന ഫുട്വെയർ ആണ് ഇട്ടിരുന്നത്. അതിനെയാണ് മൊക്കാസിൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഇട്ടിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അവളെ തന്നെ കവർ ചെയ്ത് വെച്ചിരുന്ന ഒരു ബ്ലാങ്കറ്റ് ആരോ പെട്ടെന്ന് അവളുടെ ഷോൾഡറിൽ നിന്ന് എടുത്ത് മാറ്റും. ആൻഡ് ഷീ ഫെൽറ്റ് വെരി എംബാരസ്ഡ്. I looked hard at the Indian girls who seemed not to care that they were even more immodestly dressed than I, in their tightly fitting clothes. While we marched in, the boys entered at an opposite door. I watched for the 3 young braves who came in our party. I spied them in the rear ranks, looking as uncomfortable as I felt. So, she felt uncomfortable when the blanket was stripped away from her body, and she felt embarrassed. But then she looked around and saw the other girls who were wearing short dresses and tight dresses. They were comfortable. She couldn't understand how these girls have managed to be so comfortable. Anyways, as she walked, she saw, when she entered the room, she saw another set of boys also there. അതിനകത്തുനിന്ന് അവൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് 3 യങ് ബ്രേവ്സിനെയാണ്. കാരണം ആ 3 ബോയ്സും ഏകദേശം അവളുടെ അതേ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവളുടെ അതേ ട്രൈബിൽപ്പെട്ട ആൾക്കാരുടെ വേഷമായിരുന്നു ധരിച്ചിരുന്നത്. ആൻഡ് റെയർ റാങ്ക്സ് എന്ന് വെച്ചാൽ ആ ലൈനിൽ കൂടെ പോകുന്ന ആ പ്രോസസ്സിൽ തന്നെ ഈ മൂന്ന് ആൺകുട്ടികളെയും അവളൊന്ന് നോട്ട് ചെയ്തായിരുന്നു. ആൻഡ് they were also feeling very uncomfortable. Those boys are also feeling very uncomfortable. A small bell was tapped, and each of the pupils drew a chair from under the table. Supposing this act meant they were to be seated, I pulled out mine and at once slipped into it from one side. But when I turned my head, I saw that I was the only one seated, and all the rest of our table remained standing. So, വീണ്ടും ഒരു ബെല്ല് കേട്ടു. ആ ബെല്ല് കേട്ടപ്പം ആ ഹാളിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ അവരൊരു നിന്ന സ്ഥലത്ത് നിന്നും ചെയർ നീക്കി വെച്ചു, ഇരിക്കാൻ പാകത്തിനാക്കി വെച്ചു. അപ്പം
സിത്കല വിചാരിച്ചു ഓക്കെ ഇരിക്കാനുള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സിത്കല പെട്ടെന്ന് അതിനകത്ത് ചാടി കയറി ഇരുന്നിട്ട് ചുറ്റും ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ആരും തന്നെ അതിനകത്ത് ഇരുന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ചെറിയൊരു ചമ്മലോടുകൂടി ആള് എഴുന്നേറ്റ് നിൽക്കും. ബട്ട് എന്താ സംഭവിക്കുന്നത്? Just as I began to rise looking shyly around to see how chairs were to be used, a second bell was sounded. എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് ബെല്ലടിച്ചു. All were seated at last and I had to crawl back into my chair again. So ആൾ എഴുന്നേറ്റ് നിന്നതും സെക്കൻഡ് ബെൽ അടിച്ച് എല്ലാവരും ഇരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ ആൾ മാത്രം നിൽപ്പുണ്ട്, ബാക്കി എല്ലാവരും ഇരുന്നു. സോ പെട്ടെന്ന് ആൾ വീണ്ടും ചമ്മിക്കൊണ്ട് ആളുടെ ചെയറിൽ കയറിയിരുന്നു. I heard a man's voice at one end of the hall and I looked around to see him. But all the others hung their heads over their plates. As I glanced at the long chain of tables, I caught the eyes of a pale-faced woman upon me. So പെട്ടെന്ന് തന്നെ ആ ഹാളിൽ ഒരു ആളുടെ സംസാരം കേട്ടു. ആക്ച്വലി ദാറ്റ് വാസ് എ മാൻ ഹു വാസ് പ്രേയിങ് ബിഫോർ ഹാവിങ് ദ ഫുഡ്. ബട്ട് സിത്കല കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ശബ്ദം വരുന്ന ഭാഗത്തോട്ട് തല ഉയർത്തി ഇങ്ങനെ നോക്കിയപ്പോൾ ആൾ ശ്രദ്ധിച്ചു ബാക്കി എല്ലാവരും തലയും കുനിച്ച് പ്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തലയും കുനിച്ച്, അതായത് they were all heads over their plates. They had hung their heads over their plate as if they were praying. But she could not understand and she looked at the man who was saying the prayers. And while she was doing, she noticed a pale faced woman noticing her or staring at her. Immediately I dropped my eyes, wondering why I was so keenly watched by the strange woman. The man ceased his mutterings and then a third bell was tapped. സോ എന്തിനാണ് ഈ സ്ത്രീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മൂന്നാമത്തെ ബെല്ലടിക്കുന്നത് കേട്ടത്. ആ ബെല്ല് എന്തിനുള്ളതായിരുന്നു? ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയുള്ള ബെല്ലായിരുന്നു. Everyone picked up his knife and fork and began eating. I began crying instead, for by this time I was afraid to venture anything more. So ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ചമ്മലുണ്ടാവുന്നതുകൊണ്ട് ആളാകെ മൂഡ് ഔട്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോഴത്തേനും സിത്കലയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. വീണ്ടും ഒരു കാര്യം ചെയ്യാൻ ഉള്ളൊരു ധൈര്യം ആൾക്കുണ്ടായിരുന്നില്ല. ഷി വാസ് അഫ്രൈഡ് ടു വെഞ്ചർ എനിത്തിങ് മോർ. ഷി വാസ് അഫ്രൈഡ് ടു ഡു എനിത്തിങ് മോർ ബിക്കോസ് ഷി ഹാഡ് ഓൾറെഡി ഡൺ തിങ്സ് വിച്ച് വെയർ ഔട്ട് ഓഫ് ഓർഡർ. But this time, eating by formula was not the hardest trial in that first day. Late in the morning, my friend Judwin gave me a terrible warning. Judwin knew a few words of English and she had overheard the pale-faced woman talk about cutting our long, heavy hair. Our mothers had taught us that only unskilled warriors who were captured had their hair shingled by the enemy. Among our people, short hair was worn by mourners and shingled hair by cowards. Now this is very important. The question may come from this area. So ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെക്കാം. പക്ഷേ അന്ന് രാവിലെ അവളുടെ ഒരു ഫ്രണ്ടായ ജൂഡ്വിൻ എന്ന് പറയുന്ന കുട്ടി ഒരു വാർണിംഗ് കൊടുത്തു. ജൂഡ്വിൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലേഡീസ്, ആ പേൽ ഫേസ് വുമൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ട്രൈബൽ ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളുടെ ഹെയർ, ദേ ഹാഡ് തിക്ക് ലോങ് ഹെയർ, അത് മുറിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയും അത് കേട്ടപ്പോൾ സിത്കലയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം സിത്കലയുടെ അമ്മ സിത്കലിനെ പഠിപ്പിച്ചിരുന്നത് വാർ നടക്കുമ്പോൾ അതിനകത്ത് തോൽക്കുന്ന വാരിയേഴ്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് അവരുടെ തലമുടിയാണ് വെട്ടാറുള്ളത്. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോൾ ആ മരിച്ച വീട്ടിൽ പോകുമ്പോഴൊക്കെയാണ് ഷോർട്ട് ഹെയറിൽ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാർ മോൺ ചെയ്യുന്നത്. പിന്നെ പോയിട്ട് കവേഴ്സാണ് അല്ലെങ്കിൽ ഭീരുക്കളുടെയാണ് തലമുടി വെട്ടാറ്. സോ ഇതിലൊന്നിലും പെടാത്തതുകൊണ്ട് സിത്കലയ്ക്ക് തലമുടി വെട്ടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദറ്റ് വാസ് ഹെർ പ്രൈഡ്. ഹെർ ഹെയർ വാസ് ഹെർ പ്രൈഡ്. ഹെർ ഹെയർ വാസ് the important feature of their tribe. We discussed our fate some moments, and when Judwin said we have to submit because they are strong, I rebelled. So അതിനെപ്പറ്റി കുറച്ച് നേരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം ജൂഡ്വിൻ പറഞ്ഞു നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ വന്ന് പെട്ടുപോയി, ഇനി അവർ പറയുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ബട്ട് സിത്കല പറയും ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, ഞാൻ അതിനെ എതിർക്കും.
No, I will not submit. I will struggle first, I answered. I watched my chance, and when no one noticed, I disappeared. I crept up the stairs as quietly as I could in my squeaking shoes. My moccasin had been exchanged for shoes. Along the hall I passed without knowing whither I was going. Turning aside to an open door, I found a large room with three white beds in it. The windows were covered with dark green curtains, which made the room very dim. Thankful that no one was there, I directed my steps towards the corner farthest from the door. On my hands and knees, I crawled under the bed and huddled myself in the dark corner. So, ഞാൻ ഇങ്ങനെ അവർക്ക് സമ്മതിച്ചു കൊടുക്കില്ല എൻ്റെ തലമുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെതിരായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഹാളിൽ ഇരിക്കുമ്പോൾ ആരും നോട്ടീസ് ചെയ്യാത്തൊരു സമയത്ത് സിക്കല അവിടുന്ന് മെല്ലെ സ്റ്റെയർ കേസ് കയറി പോയിട്ട് ഒരു മുറിയിലെത്തും. അപ്പോൾ സ്റ്റെയർ കേസ് കയറി പോകുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ആളുടെ ഷൂസൊക്കെയും മാറ്റിയിരുന്നു. അതായത് ആളിട്ടിരുന്ന മൊക്കാസിൻ മാറ്റിയിട്ട് അവിടുത്തെ കുട്ടികൾ ഇടുന്ന പോലത്തെ ഷൂസൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഷീ റീച്ചസ് എ ഹാൾ ആൻഡ് ദെൻ ഷീ ഫൈൻഡ്സ് എ റൂം. ആ റൂമിൽ 3 വൈറ്റ് ബെഡ്സ് ഉണ്ടായിരുന്നു. കർട്ടൻസ് കൊണ്ട് ജനൽ മൂടിയേക്കുന്നതുകൊണ്ട് ആ റൂം ഡാർക്കായിരുന്നു. റൈറ്റ്, ഗ്രീൻ കർട്ടൻസ് ആയിരുന്നു. അത് ആ റൂം ഡാർക്കായിരുന്നു. താങ്ക്ഫുള്ളി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സോ സിക്കല എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡോറിൽ നിന്നും ഏറ്റവും മൂലയ്ക്കുള്ള ഒരു കോർണറിൽ പോയിട്ട് നിന്നു. എന്നിട്ട് ആൾ ക്രോൾ ചെയ്തിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കട്ടിലിൻ്റെ അടിയിലോട്ട് കയറി ഒളിച്ചിരുന്നു. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷീ ഈസ് ഹൈഡിങ് അണ്ടർ ദി കോട്ട്. From my hiding place, I peered out, shuddering with fear whenever I heard footsteps nearby. Though in the hall, loud voices were calling my name, and I knew that even Joe Wynn was searching for me. I did not open my mouth to answer. Then the steps were quickened and the voices became excited. The sounds came nearer and nearer. Women and girls entered the room. I held my breath and watched them open closet doors and peep behind large trunks. Someone threw up the curtains and the room was filled with sudden light. What caused them to stoop and look under the bed? I don't know. I remember being dragged out, though I resisted by kicking and scratching wildly. In spite of myself, I was carried downstairs and tied fast in a chair. സോ അവിടെ പോയി ഒളിച്ചിരിക്കുമ്പോൾ അറിയായിരുന്നു ആൾക്കാർ അവളെ തേടുന്നുണ്ടാവും എന്നുള്ളത്. കാരണം ഹാളിൽ അവളുടെ പേര് ഉറക്കം വിളിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. ഈവൻ അവളുടെ ഫ്രണ്ടായ ജൂഡ്വിന് പോലും അറിയണ്ടായിരുന്നില്ല അവൾ എവിടെയാണ് പോയേക്കുന്നതെന്നുള്ളത്, കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ ആൾക്കാരുടെ ശബ്ദം, ആൾക്കാരുടെ നടക്കുന്നതിൻ്റെ സൗണ്ടും ഒക്കെ കുറേ കൂടി അടുത്തടുത്ത് വരുന്ന പോലെ തോന്നി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ റൂമിൽ ആൾക്കാർ കയറി. അവർ കബേർഡ്സ് തുറന്നു നോക്കി. ഓപ്പൺ ക്ലോസറ്റ് എന്ന് പറയുന്നത് കബേർഡ്സ് തുറന്നു നോക്കി. വലിയ വലിയ ട്രങ്ക്സ് വെച്ചിരുന്നതിൻ്റെ ബാക്കിലൊക്കെ നോക്കി. അപ്പോഴത്തേനും ആരോ ഒരാൾ പോയിട്ട് കർട്ടൻ മൊത്തം വലിച്ച് ഓപ്പൺ ആക്കിയിട്ടപ്പോഴത്തേനും ആ റൂമിൽ നിറച്ച് പ്രകാശം വന്നു. ആരോ എന്തിനോ വേണ്ടി കുനിഞ്ഞപ്പം ഒരു പക്ഷേ അവരെ സെർച്ച് ചെയ്താൽ തന്നെ ആയിരിക്കും. കുനിഞ്ഞപ്പം ഇവളെ കണ്ടു. എന്നിട്ട് ആളെ പിടിച്ച് പുറത്തിറക്കിയിട്ട് താഴെ കൊണ്ടുപോയി ഹാളിൽ ഒരു കസേരയിൽ വെച്ച് കെട്ടി. സോ സിക്കല കുറേ ട്രൈ ചെയ്തു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ, പക്ഷെ പറ്റിയില്ല. I cried aloud, shaking my head all the while until I felt the cold blades of the scissors against my neck and heard them gnaw off one of my thick braids. So what happens? Her hair is being forcefully cut down. See, this is a torture that she had to go through. The hair were being cut, or the hair was being cut without her consent. Then I lost my spirit. ഇത്രയായപ്പോഴത്തേനും ആൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഒരു എനർജി ഒക്കെ പോയി. Since the day I was taken from my mother, I had suffered extreme indignities. അമ്മയുടെ പക്കൽ നിന്നും, അതായത് അവൾ താമസിക്കുന്ന ട്രൈബൽ ഏരിയയിൽ നിന്നും അമ്മയിൽ നിന്നും ഇവളെ അകറ്റി മാറ്റി ഇവിടെ കൊണ്ടുവന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വളരെയധികം അപമാനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവൾ ഇരിക്കുന്നതെന്നാണ് ഈ ഒരു ലൈനിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്.
People had stared at me. I had been tossed about in the air like a wooden puppet, and now my long hair was shingled like a coward's. In my anguish, I mourned for my mother, but no one came to comfort me. Not a soul reasoned quietly with me, as my own mother used to do. For now, I was only one of the many little animals driven by a herder. So she misses her mother terribly. She cries for her mother. And when we actually see children crying, somebody or the other would go near them and console them. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യവും ഉണ്ടായില്ല. അവൾ കരയുന്നത് കേട്ടിട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ സിദ്കല നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യക്കുട്ടിയോട് അല്ലെങ്കിൽ മനുഷ്യരോട് ചെയ്യുന്ന പ്രവൃത്തിയല്ല അവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും മൃഗങ്ങളോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറിയത്. ആൻഡ് ഷീ ഫെൽറ്റ് ദാറ്റ് ഷീ ഈസ് വൺ ഓഫ് ദി മെനി ലിറ്റിൽ ആനിമൽസ് വിച്ച് ഈസ് ഡ്രിവൻ ബൈ എ ഹേർഡർ. ഒരു ഹേർഡറിൻ്റെ കീഴിലുള്ള കുറേ ആനിമൽസിൽ നിന്നും ഒരു ആനിമൽ എന്നുള്ള പ്രതീതിയാണ് ഇവിടെ സിദ്കലയ്ക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ജസ്റ്റ് എ സ്മോൾ എപ്പിസോഡ്. Like this, she had to suffer a lot in her life. I hope the explanation is clear. The second part is about the writer Bama. I will do it as another video. Thank you for watching. Keep sharing, liking, and subscribing my channel. Bye bye.